ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഫി പൗഡർ വച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ റെസിപ്പി ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ടേസ്റ്റി റെസിപ്പി തയ്യാറാക്കുന്നതിനായി ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് അരമുറി തേങ്ങ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചിരകിയെടുത്ത തേങ്ങ വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കാം. ഏത് കോഫി പൗഡറും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ സാധാരണ തേങ്ങാപ്പാൽ അരിച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് തേങ്ങാപ്പാൽ അരിച്ചെടുക്കാം. ഇപ്പോഴിതാ തേങ്ങാപ്പാൽ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. ഒരു നുള്ള് ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളോ തരികളോ ഇല്ല. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ്, തേങ്ങാപ്പാലിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ നെയ്യ് ചേർത്തത് കൊണ്ട് പാനിലേക്ക് ഒട്ടിപ്പിടിക്കില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഇത് പെട്ടെന്ന് തന്നെ നന്നായി ഒന്ന് കുറുകി വരും. ഇപ്പോഴിതാ കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി ഒന്ന് കുറുകി കട്ടിയായി വരുന്ന ടൈമിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ശർക്കര വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. അതും അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. മിൽക്ക് മെയ്ഡ് ചേർക്കുവാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഇപ്പോഴിതാ ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടുകയും അതുപോലെ കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ശർക്കര ചേർത്തത് കൊണ്ട് ഒരല്പം വെള്ളം പോലെ ആകും. പിന്നീട് അത് വീണ്ടും കട്ടിയായി വരും. ശർക്കര ചേർത്തതിന് ശേഷം 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴിതാ ഇതുപോലെ ആയി കിട്ടും. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർക്കാം. ഇതോടൊപ്പം ഞാൻ ചേർക്കുന്നത് കുറച്ച് നട്ട്സ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചോപ്പ് ചെയ്തതും അതുപോലെ ഇത് ബദാം ചോപ്പ് ചെയ്തതുമാണ്. അടുത്തതായിട്ട് പിസ്ത കുറച്ച് ചോപ്പ് ചെയ്തതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ഇതുപോലെ ചോപ്പ് ചെയ്തതിലേക്ക് ചേർക്കാം. ഇതൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ഒരു ബൗളിലേക്ക് നെയ്യ് പുരട്ടി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുപ്പിക്കാം. നമുക്ക് ആദ്യം നോർമലായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ഇത് തണുപ്പിച്ചാണ് കഴിക്കേണ്ടത്. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് 1 മണിക്കൂറിന് ശേഷം ഇത് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് എടുക്കാം. 1 മണിക്കൂർ ആയപ്പോഴേക്കും നമ്മുടെ റെസിപ്പി ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് പാത്രത്തിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. പാത്രത്തിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കോഫി പുഡിംഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പുഡിംഗ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ വേനൽ അവധിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ ഇതുപോലെ ഒരു പുഡിംഗ് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിക്കും. ഒരു സ്പൂൺ കൊണ്ട് ഇത് കട്ട് ചെയ്ത് കാണിക്കാം. എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി പുഡിംഗ്. നമ്മളിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയേ വേണ്ട, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഈ ചൂടുകാലത്ത് വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഇതേപോലെ നല്ല തണുത്ത ഒരു കോഫി പുഡിംഗ് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഉറപ്പായി ഇഷ്ടമാകും. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗ്രേറ്റ് ചെയ്ത നട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാം. നട്ട്സൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ്. കട്ട് ചെയ്യുന്നതിന് മുന്നേ നട്ട്സ് ചേർക്കണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. അപ്പോൾ കൂട്ടുകാരൊക്കെ വീട്ടിൽ ഈ റെസിപ്പി തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.